നായകൻ അങ്ങനെ ഒരു സങ്കല്പമേ എനിക്കില്ല. കാരണം എനിക്ക് എന്റെ പരിമിതികളെ കുറിച്ച് നന്നായിട്ട് അറിയാം. എനിക്ക് ഒന്നാമത്തെ കാര്യം നന്നായിട്ട് നടക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത എന്നെ കൊണ്ട് പറ്റില്ല. പടം കഴിഞ്ഞിറങ്ങിയപ്പോ അച്ഛനോട് ചോദിച്ചു, നീ പടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയാ കണ്ടില്ലല്ലോ, ഇത്രയും 4 സീനോളം ഉണ്ട് എന്നൊരു പ്രതീക്ഷയായിരുന്നു. സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് പാട്ട് സീൻ കഴിയുമ്പോ ഇടിക്കുന്നു എന്നെ പരിപാടി. അത് നല്ലതായിരുന്നു. ആ സിനിമയിൽ അങ്ങനെ ബാക്കിയുള്ള 3 സീനും കൂടെ ഒക്കെ വന്നിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ട്രിവാൻഡ്രത്തെ ഷൂട്ടും ഫുൾ പ്രോഗ്രാം എറണാകുളം. രാവിലെ മുതൽ വൈകുന്നേരം 3:30 വരെ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്യും. അവിടെ നിന്നൊരു ഈ ചോറൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ ഫുഡ് കൊണ്ടുപോകുന്ന ഒരു ഒമിനി ഉണ്ട്. ആ ഒമിനിയുടെ ബാക്കിൽ സീറ്റില്ലാതെ തറയിലിരിക്കണം. അങ്ങനെ തറയിലിരുന്ന് ഒരു ഡ്രൈവർ എന്നെ എറണാകുളത്ത് പരിപാടിക്ക് കൊണ്ടുവരും. ഇവിടുന്ന് പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് രാത്രി 1 മണിയാവും. ഇവിടെ നീ വണ്ടി ഓടി തറയിലിരുന്നോ കിടന്നോ ഒക്കെ വണ്ടി, കാരണം സീറ്റ് പോലും ഇല്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ നേരം വെളുത്ത് 7 മണിയൊക്കെ ആവും. പിന്നെ കുളിയൊന്നുമില്ല, നേരെ മേക്കപ്പ് ഇടുന്നു, അഭിനയിക്കുന്നു. നല്ലൊരു സിനിമയിലേക്ക് ത്രൂ ഔട്ട് നിൽക്കാവുന്ന രീതിയിലുള്ള നല്ല റോൾസ് അങ്ങനെ ചെയ്ത പടങ്ങളുണ്ട്. ആ പടങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കപ്പെട്ട പടത്തിലൊക്കെ ചെറിയ വേഷങ്ങൾ. ഈ വേദനയിൽ നിന്ന് നമ്മൾ ചിരി കണ്ടെത്തണമെന്നേ ഞാൻ പറയുന്നത്. നമ്മൾ എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കണം. ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ, ഇതൊരൊറ്റ ലൈഫേ ഉള്ളൂ. ഇതിന് ശേഷം ഉണ്ടോ, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ജീവിക്കുന്ന ഈ മൊമെന്റ് ആണ് ശരിക്കും നമ്മുടെ ലൈഫ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയാണ്, കഴിഞ്ഞു പോയത് ഓർമ്മയാണ്.